തേർഡ് റാങ്ക് ഹോൾഡർ എണീറ്റ് പോകുന്നു. ഞാനായിരുന്നു തേർഡ് റാങ്ക് ഹോൾഡർ. അങ്ങനെ പൊന്നൂസിൻ്റെ ഗ്രാജുവേഷൻ സെറമണിയും കഴിഞ്ഞു. ആരാണ് ഈ പൊന്നൂസ്? ഞാനും അടുത്തിടെയാണ് അറിയാനിട വന്നത്. നമ്മുടെ മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൻ്റെ സുജിനൈട്ടായിയുടെ പൊന്നൂസ്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക് ഇവിടെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. റെലവൻ്റ് ആയിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമാണ് ഇത്. അതായത് ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞ ഉടനെ ഒരു ഫേക്ക് ഏജൻസീനെ പൊന്നൂസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇവിടെ വന്നിട്ട് കറുത്ത തൊപ്പിയും കോട്ടുമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർ എപ്പോഴാണ് ഡിഗ്രിയൊക്കെ പഠിക്കാൻ പോയത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കോട്ടും തൊപ്പിയും ഒക്കെ വെച്ച ഗ്രാജുവേഷൻ സെറിമണി സാധാരണ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും പണ്ട് പൊന്നൂസ് ഏട്ടായുമായിട്ട് ഇടയ്ക്ക് കുറച്ച് പിണങ്ങി നിന്ന് വീട്ടിൽ പോയി ഇരുന്നപ്പോഴാണ് ഈ കോഴ്സ് പഠിച്ചതെന്നാണ് സംസാരം. എന്തായാലും എല്ലാവരും പൊന്നൂസിൻ്റെ കോൺവക്കേഷൻ പരിപാടി കാണാൻ പോകുന്ന ഒരു രസകരമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അത് ആദ്യം കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ ഇന്ന് എവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെല്ലാരും കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, കോഴ്സ് എന്തായി പൊന്നൂസ് നിർത്തി എന്തൊക്കെയായിരുന്നു അങ്ങനെ അങ്ങനെ. ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് അപ്പൊ എന്താണ് എനിക്ക് പേടിയാണ് മനസ്സിലാതാവുന്നു. ഞാനൊന്ന് പറയട്ടെ. അല്ല അപ്പൊ എല്ലാരും ചോദിച്ചായിരുന്നു വലിയ കാര്യത്തിൽ പഠിക്കാൻ പോയിരുന്നല്ലോ, എന്തായി കോഴ്സ്. അപ്പൊ എന്റെ കോഴ്സ് ഒക്കെ കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കോൺവക്കേഷൻ ആണ്. അപ്പൊ ഞങ്ങള് കുടുംബസമേതം അതിന് പോവാണ് കൈസ്. അപ്പൊ വീട്ടിൽ നിന്ന് അമ്മ അവിടേക്ക് വരട്ടോ. ഞങ്ങള് നിങ്ങളാണ് കുടുംബാണ്, അത് ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പൊ അനുസാദ് ചാക്കറൊക്കെ ഉണ്ട്, അമ്മയും കിടുണ്ട്, ഏട്ടന് മോളോട് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഏട്ടൻ ഹാപ്പി അല്ലേ? ഏട്ടനാണ് ഇതിനൊരു കാരണമായിരുന്നു. എന്റെ ഏട്ടനാണ്. എനിക്ക് അഭിമാനം ഉണ്ടാ. പ്രൗഡ് ഓഫ് യു. എന്താ രണ്ട് മക്കളെ പ്രസവിച്ചിട്ടുള്ള പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മക്കള് 4 എന്നുണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി. അതിന് കൂടെ ബാത്റൂം ആയിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ട് മനസ്സിൽ, ഞങ്ങൾ മറന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഒരു കോഴ്സൊക്കെ പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളതൊരു നല്ല കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഈ ജോലി കാര്യങ്ങളൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. എംപ്ലോയ്മെൻറ്റും ഒരു ജോബ് കിട്ടാനും ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നു എന്നുള്ളത് ആർക്കും പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം, അതായത് BSS എന്ന് പറയുന്ന ഭാരത് സേവാ സമാജ് നടത്തുന്ന ഒരു ടീച്ചിങ് കോഴ്സാണ് ഇവിടെ പൊന്നൂസ് പഠിച്ചത്. BSSൻ്റെ കീഴിൽ നടക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സസ് ഒരുപാട് അവർ ചെയ്യുന്നുണ്ട്. അവർ മെയിനായിട്ട് അതാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സംഭവം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ BSSനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷനൊക്കെ ധാരാളം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ട് എന്നുള്ളതൊക്കെ അതിൽ കാണാം. പക്ഷേ ഇതിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ BSSൻ്റെ കീഴിൽ പല കോഴ്സും പഠിച്ചിട്ടുള്ള ധാരാളം പേര് കമൻസിലും മറ്റുമൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു തട്ടിപ്പ് ഏജൻസി ആണെന്നാണ്. അതായത് ഇവരുടെ സർട്ടിഫിക്കറ്റ്സിനൊന്നും യാതൊരു വാലിഡിറ്റി ആൻഡ് വാലിഡിറ്റിയോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ ഇവിടെ പൊന്നൂസിന് BSSൻ്റെ ടീച്ചിങ് സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അവരത് വീഡിയോയിൽ തന്നെ പറയുന്നുമുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഇത് ഫേക്ക് സർട്ടിഫിക്കറ്റ് അല്ല, വാലിഡ് ആണെന്നും അത് കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. ഇവിടെ ഈ BSSൻ്റെ കീഴിൽ പഠിച്ച ഒരുപാട് പേര് ഇതിനെതിരെ കമൻ്റൊക്കെ ഇട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം വെറുതെ ഒരു ഫേക്ക് ഏജൻസിനെ പ്രൊമോട്ട് ചെയ്ത് ആളുകളുടെ പണവും സമയവും ഒക്കെ കളയിക്കരുതെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത്. ഏതായാലും നമ്മൾക്ക് ഈ കോൺവക്കേഷൻ സെറമണി, അതായത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം.
കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോൺവക്കേഷൻ സെറിമണി ജീവിതത്തിൽ കാണുന്നത്. കാരണം ഇതിന് മുമ്പിലൊക്കെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലായാലും USA UK പോലുള്ള രാജ്യങ്ങളിലും അതും ഇന്ത്യയിൽ തന്നെയും വലിയ യൂണിവേഴ്സിറ്റീസും ഒക്കെ ഈ കോൺവക്കേഷൻ സെറിമണി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ്. അപ്പോൾ അതിന് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് ആ സ്റ്റേജിലോട്ട് ഓരോ സ്റ്റുഡൻസിനെയൊക്കെ ആയിട്ട് വിളിച്ച് വരുത്തിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റാണ് ഇവർക്ക് ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട ചടങ്ങ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ നമ്മുടെ ഈ ഓരോരോ ഫങ്ഷനൊക്കെ പോകുമ്പോഴേക്ക് ഇരിക്കുന്ന കസേരയിൽ ചായയും സ്നാക്സും ഒക്കെ കൊണ്ട് കൊടുക്കുന്നത് പോലെ ഉള്ള സീറ്റിൽ കൊണ്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അതിൽ അവിടെ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. ആണെങ്കിലും ഇതൊക്കെ കയ്യിൽ കൊടുക്കുന്ന ഒരു പുതിയൊരു രീതിയാണ് ഇവിടെ കാണാനായിട്ട് ഇടവന്നത്. എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. മാർക്കുകൾ റിവീൽ ചെയ്യുന്ന റാങ്കേഴ്സ് റിവീൽ ചെയ്യുന്ന അവസരമായിരുന്നു. ഇതാണ് നമ്മുടെ ടീച്ചർ കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇൻസ്റ്റിറ്റ്യൂട്ടാണത്, കാഞ്ഞാണിയിലും പെരുമ്പപ്പെട്ടിയിലും. അപ്പോൾ അവിടുത്തെ 2ത്തെയും കൂടിയിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സിനെ വിളിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ 70 പേരാണ് കേട്ടോ എക്സാം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് 1200 നമ്മുടെ ടോട്ടൽ മാർക്ക് 1200 നമ്മുടെ എക്സാം ഉണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വന്നേക്കുന്നത് ഷംന കേട്ടോ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കുട്ടി പഠിക്കുന്നത്. പിന്നെ ഓൺലൈൻ ബാച്ചിൽ നിന്ന് അഞ്ജനയാണ് കേട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. പിന്നെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ഷഫ്ന എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു. തേർഡ് റാങ്ക് ഹോൾഡർ ഗൈസ് എണീറ്റ് പോകുന്നു. ഞാനായിരുന്നു തേർഡ് റാങ്ക് ഹോൾഡർ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഞാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ഒരു തേർഡ് റാങ്ക് ഹോൾഡറിലേക്ക് വരുന്നുള്ളത്. അപ്പോൾ എനിക്ക് 2 സർട്ടിഫിക്കറ്റിനുള്ള എക്സാമാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിലൊന്നിൽ എനിക്ക് 1094, ഒന്നിലേക്ക് 1099 മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചത് നമ്മുടെ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ, കാഞ്ഞാണിയിൽ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അതുപോലെ തന്നെ പെരുമ്പപ്പെട്ടിയിലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ഫോട്ടോ എടുക്കാൻ തന്നെയാണ്. കുറേ പേർക്ക് ഡൗട്ടുണ്ട് BSS ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണെന്ന്. പക്ഷേ അവിടെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേർക്കും ജോലി ഉണ്ട്. ഇപ്പോൾ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയ സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സർട്ടിഫിക്കറ്റിൽ തന്നെ ഭൂരിഭാഗം പേരും ജോബിൽ കയറിയവരാണ്. എന്നോടും അതുപോലെ തന്നെ നമ്മുടെ കിടുവിൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുന്നത് CV ഇവിടെ ഉറപ്പായിട്ടും കിട്ടുന്നത്. പക്ഷേ എനിക്ക് മോളും കൂടി സ്കൂളിൽ പോയിട്ട് എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ് കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ജോബിലേക്ക് കയറിയാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊടുക്കാത്തത്. ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നവരൊക്കെ ജോബിൽ കയറിയവരൊക്കെ പുതിയ സ്കൂളിലെ ജോബിൽ കയറിയവരാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ. അപ്പോൾ ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ പൊന്നൂസിന് 3rd റാങ്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ റാങ്കൊക്കെ കിട്ടുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യവുമാണ്. ഒരിക്കലും റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പൊന്നൂസ് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു നല്ല അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് പൊന്നൂസ് കണ്ടിട്ടുള്ളത്. അതൊക്കെ നല്ലതാണ്, വളരെ ശരിയാണ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോഴേക്കും അത് കഷ്ടപ്പെട്ട് നേടിയെടുക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. അതൊക്കെ വളരെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ഇവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഈ ജീവിതത്തിൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ആലോചിക്കുന്ന ധാരാളം പേരുണ്ട്. അവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് അവരും ഈ പാത പിന്തുടർന്ന് ഈ കോഴ്സൊക്കെ പഠിക്കാനായിട്ട് പോകും. അപ്പോൾ ഈ വാലിഡിറ്റി ഇല്ലാത്ത സർട്ടിഫിക്കറ്റ്സ് ആണ് എന്നുള്ള കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പോയാൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഈ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന വലിയ വലിയ കമ്പനീസൊക്കെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ തന്നെ ഒരുപാട് റൗണ്ട്സൊക്കെ ഉണ്ടാവും. വലിയ കമ്പനീസിലൊക്കെ, ചെറിയ കമ്പനികളായാൽ പോലും ഈ ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ അതിൻ്റെ സെറോക്സ് കോപ്പീസൊക്കെ മെയിൽ ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കാനായിട്ടും ഒക്കെ പറയും. എന്നിട്ട് അവരിതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ ഏജൻസീനെ അവരിത് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഏജൻസികൾ ഇത് ഓരോരോ സർട്ടിഫിക്കറ്റും ഇത് കറക്റ്റായിട്ടുള്ളതാണോ, കറക്റ്റായിട്ടുള്ള സ്ഥാപനമാണോ, ഫേക്ക് സർട്ടിഫിക്കറ്റാണോ, ഇതിനൊക്കെ വാലിഡ് ആയിട്ടുള്ള ഇല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിച്ചതാണോ എന്നൊക്കെ ജോബ് വെരിഫിക്കേഷൻ ഏജൻസിയുടെ ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അത് ഓക്കെ ആയാൽ മാത്രമേ ഈ ഒരു ജോലിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവുകയുള്ളൂ. ജോലി കിട്ടണമെങ്കിൽ ഈ പ്രീ വെരിഫിക്കേഷൻ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ വളരെയധികം നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. അതൊക്കെ നടക്കാത്ത വലിയ കമ്പനികളൊന്നും ഒരു സ്ഥലത്തുമില്ല. ഏത് സ്ഥാപനത്തിലായാലും, ഇപ്പോൾ കോളേജായാലും സ്കൂളിലൊക്കെ ആണെങ്കിലും ഇല്ല. ഈ മെഡിക്കൽ കോളേജസിലൊക്കെയാണ് ഈ മെയിനായിട്ട് ഈ പാരാമെഡിക്കൽ കോഴ്സസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. വലിയ വലിയ മെഡിക്കൽ കോളേജിൽ ഇത് നല്ല രീതിയിൽ തന്നെ അതിന് എൻട്രൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ കോഴ്സൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് നല്ല അറിവും
വിജ്ഞാനവും നോളജും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ, അതും ഈ എൻട്രൻസ് ഒക്കെ വെച്ചിട്ടൊക്കെ അതിൻ്റെ ബേസിസിലൊക്കെയാണ് ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടാനുള്ള സെലക്ഷൻ തന്നെ നടക്കുന്നത്. അപ്പോൾ ഈ BSS കുറിച്ച് സംബന്ധിച്ചിടത്തോളം അവർ ഒരു 6 മാസമോ 1 വർഷമോ ഒക്കെ ദൈർഘ്യമുള്ള കോഴ്സാണ് ഇവർ നടത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയോ പേര് ഇവരുടെ കോഴ്സൊക്കെ എടുത്തിട്ട് പെട്ട് പോയിട്ടുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ ഈ വലിയ കോളേജസിൽ നിന്ന് നോക്കി പാരാമെഡിക്കൽ കോഴ്സൊക്കെ പഠിച്ചിറങ്ങുന്നവർക്ക് അവർക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അപ്പോൾ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇത് മനുഷ്യൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിർണായകരമായിട്ടുള്ളൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി തന്നെയാണ് ഇവരൊക്കെ ചെയ്യാൻ ഉള്ളത്. അപ്പോൾ അത്രയ്ക്കും നല്ല രീതിയിൽ നല്ലൊരു സ്ഥാപനത്തിൽ പഠിച്ചാൽ മാത്രമേ നല്ല ശമ്പളമുള്ളൊരു ജോലി പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല എക്സ്പീരിയൻസും പ്രാക്ടിക്കൽ നോളജും ഒക്കെ വേണമെങ്കിൽ ഇതുപോലെയുള്ള ഈ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഇതുപോലത്തെ സ്ഥാപനങ്ങളിലോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതിന് ഒരു എക്സ്പോഷറോ ഇതോ പ്രാക്ടീസോ എക്സ്പീരിയൻസോ ഒന്നും കിട്ടില്ല. അപ്പോൾ ഭാവിയിൽ ഒരു വളർച്ച ഇതിൽ നിന്നും പ്രതീക്ഷിക്കാനും പറ്റില്ല. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഈ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ചെറിയ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ ഒരു 2000 3000 അങ്ങനത്തെ രീതിയിൽ ഒരു 5000 താഴെയൊക്കെ വരുന്ന രീതിയിൽ ശമ്പളത്തിലൊക്കെ കുറച്ച് പേർക്കൊക്കെ ജോലി കിട്ടാറുണ്ട്. പക്ഷേ അതിനർത്ഥം ഈ പഠിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഈ സർട്ടിഫിക്കറ്റിൻ്റെയോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ഒരു വാലിഡിറ്റിയോ ഒരു റെപ്യൂട്ടേഷനോ ഒക്കെ ഇല്ലാത്തത് കാരണം അവർക്കൊക്കെ ഈ പഠിക്കാൻ ചിലവാക്കുന്ന കാശും സമയവും ഒക്കെ വെറുതെ വേസ്റ്റായി പോവുകയാണ്. അപ്പം ഇത് അനുഭവിച്ചവർ ധാരാളം പേര് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ തന്നെ ഈ കോളേജ് ഒക്കെ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ വളരെ സ്ട്രിഞ്ചൻ്റായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ ഈ പ്രീ വെരിഫിക്കേഷൻ ചെക്ക് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഫേക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ അവരെയൊക്കെ ജോലി കിട്ടാത്ത അവസ്ഥയിൽ ഈ പഠിക്കുന്ന കാശുമൊക്കെ പോയി വിഷമിക്കുന്നവർ ധാരാളം പേര്, ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഈ കാശൊക്കെ സംഘടിപ്പിച്ചിട്ട് ഫീസൊക്കെ കൊടുത്തിട്ട് ഈ പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് എന്തൊക്കെയായാലും നല്ലൊരു സ്ഥാപനം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനെപ്പറ്റിയൊക്കെ ധാരാളം അന്വേഷിച്ചിട്ട് പോയി കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ അതൊക്കെ സമയനഷ്ടവും പണനഷ്ടവും മാനസികമായിട്ടുള്ള വിഷമങ്ങളും പല പ്രശ്നങ്ങൾക്കും ഇത് ഇടവരുത്തും. അപ്പോൾ ഇതെൻ്റെ ഫീൽഡിൽ തന്നെ ഒരു വിഷയമായതിനാലാണ് ഇത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴേക്കും നിങ്ങളുടെ കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു ജീവിതകാലം മൊത്തം ചെയ്യേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ എടുത്തു ചാടിയിട്ട് ഓരോരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിച്ചും ചിന്തിച്ചും അന്വേഷിച്ചും, മാത്രമല്ല ഈ നെറ്റിലൊക്കെ പോയി ഗൂഗിൾ റിവ്യൂസൊക്കെ ചെയ്ത് നോക്കിയാൽ അവിടെ നിന്നും ധാരാളം അനുഭവസ്ഥരുടെ വിഷയങ്ങളൊക്കെ നമ്മൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ BSSൻ്റെ ഡീറ്റെയിൽസൊക്കെ അത് ഈ ഓരോ കമൻസിൽ പറയുന്നതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിനെപ്പറ്റിയുള്ള അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കേട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയൊക്കെ വന്നത് കണ്ടിട്ട്, അപ്പോൾ ഇതുപോലെ പല ഏജൻസീസും ഇക്കാലത്ത് ആളുകളെ ചൂഷണം ചെയ്യാനായിട്ട് അവിടെ ഇവിടെ പൊട്ടി മുളയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ, അതായത് ഈ റെക്കഗ്നിഷനോ ഇതൊക്കെ ഇല്ലാത്ത ഇതിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പ്രയോജനമുണ്ടാവില്ല ഭാവിയിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും ഒരു സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അല്ല, നമുക്ക് സമൂഹത്തിൽ നമ്മുടെ ചുറ്റിലും നടക്കുന്ന പല പല കാര്യങ്ങളും ഞാൻ കാണുന്നത് കുറേയൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ കുറച്ച് കാലമായിട്ട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്തത് കാണാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.